ഹായ്. അപ്പോഴേ ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ചിക്കനും കപ്പയും കൂടി വെച്ചതാണ്. അപ്പോൾ ആരും കളിയാക്കല്ലേ കേട്ടോ. ചിക്കനും കപ്പയും കൂടി ഇടയ്ക്ക് ഞാൻ വെക്കാറുണ്ട്. നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വെച്ച് നോക്കുക, ചിക്കനും കപ്പയും കൂടി. ഇപ്പോൾ രാവിലെ പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ട് വിശപ്പൊന്നുമില്ല, വയറിപ്പോഴും നല്ലോണം എനർജറ്റിക്കായിട്ടിരിക്കണേണ്. അപ്പോൾ അല്പം ചോറെടുത്തിട്ടുണ്ട്, 2 മണിയുമായി. എന്തെങ്കിലും കഴിക്കണ്ടേ ഉച്ചയ്ക്ക്. അപ്പോൾ ചിക്കനും കപ്പയും കൂടി വെച്ചത് ഇത്തിരി എടുക്കാം. കപ്പ വേവിച്ച് കുറുകെ കളയില്ല കേട്ടോ, കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടണം. നന്നായി വെന്തിട്ടുമുണ്ട്. അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണത്. അല്പം ഗ്രേവിയോടുകൂടി ആണ് വെച്ചേക്കണത്. അപ്പോൾ അല്പം ചിക്കനും കപ്പയും എടുക്കാം. പിന്നെ രാവിലെ പഴങ്കഞ്ഞിക്ക് ഒരു പാക്കറ്റ് പപ്പടം പൊട്ടിച്ചപ്പോൾ 3-4 ബാക്കി ഉണ്ടായിട്ടോ. അപ്പോൾ ആ പപ്പടം ഒന്ന് ഇനി വെച്ചിട്ട് കാര്യമില്ല, അതൊന്ന് കീറി വറുത്തെടുത്തു. അപ്പോൾ ഇങ്ങനെ കിരികിര എന്നൊരു ശബ്ദത്തിൽ തിന്നണത് സൂപ്പറാണ്. ഇതിങ്ങനെയാണ് തിന്നണത്, കണ്ടാ സ്വരം കേട്ടാ. അങ്ങനെ പിന്നെ രാവിലത്തെ ചമ്മന്തി ഉണ്ട്, മാങ്ങ ചമ്മന്തിയാണ്, അതല്പം എടുക്കാം. പിന്നെ രാവിലത്തെ അച്ചാർ എടുത്തതാണ്, അതല്പം എടുക്കാം. അപ്പോൾ ഇന്ന് കുശാലാണ് ഭക്ഷണമൊക്കെ. അപ്പോൾ ഇതാണ് ഉച്ചക്കത്തെ ഫുഡ്. പിന്നെ രാവിലത്തെ പഴങ്കഞ്ഞിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടേക്കണം കേട്ടോ. ആരും മറക്കരുത്, കാണാൻ മറക്കരുത്. എല്ലാവരും കാണണേ, കമൻ്റ് ഇടണേ. അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഉച്ചക്കത്തെ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്. അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഉച്ചക്കത്തെ ചിക്കനും കപ്പയും കൂടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കപ്പ വെന്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഉടക്കണില്ല, കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ കിട്ടണം. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ്. ചോറിന് കഴിക്കാനല്ലേ. അപ്പോൾ കപ്പയും ചിക്കനൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഒരല്പം ഗ്രേവിയിലാണ് എടുക്കുന്നത്. ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കറി ടൈറ്റ് ആവും. സൂപ്പർ സംഭവമാണ് കേട്ടോ ഇത്, കപ്പയിട്ട് വെക്കണത്. ചിക്കൻ കപ്പയിട്ട് വെക്കണത് ഇടയ്ക്ക് വെക്കാറുള്ളതാണിത്. അപ്പോൾ ഒരു കറി ഇതാണ്. അടുത്തത് രാവിലെ പഴങ്കഞ്ഞിയുടെ പപ്പടം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. പഴങ്കഞ്ഞിയായിരുന്നു രാവിലെ. അപ്പോൾ പൊട്ടിച്ച പാക്കറ്റിൽ 2-3 പപ്പടം ബാക്കിയുണ്ടായി, അത് ഞാൻ വറുത്തെടുത്തതാണ് കേട്ടോ. ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ട് വറുത്തെടുത്തതാണ്, കീറി. ഒരു കറി ഇതാണ്. ഓക്കെ.